സർക്കാർ ഉറപ്പു നൽകിയാൽ ഇന്ന് തന്നെ നിരാഹാരം അവസാനിപ്പിക്കാമെന്ന് സോനം വാങ്ചുക്. കഴിഞ്ഞ 25 ദിവസത്തിനിടെ 11 കിലോ കുറഞ്ഞെന്നും പേശികൾക്ക് ബലക്ഷയം സംഭവിച്ചുവെന്നും വാങ്ചുക്കിന്റെ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. 25वें दिन तक लगभग मेरा 11 किलो वज़न कम हुआ है और काफ़ी मांसपेशियां कम होने लगी हैं, मगर ठीक ही हूँ। मैं सरकार से विनती करता हूँ कि वो और ऐसे ताकत बल का प्रयोग न करें बच्चों पर, और दूसरी बात उन पर आरोप और FIR जिससे कि उन्हें सताया जा सके जेल या पुलिस द्वारा, ये न करने की मुझे आश्वासन चाहिए। और वो आश्वासन अगर जल्द मिल जाए तो मैं आप सबके और जो नेतागण यहाँ पर आए उनकी बातों का इज्जत करते हुए अनशन आज ही तोड़ूंगा। मगर अगर ऐसा कोई आश्वासन नहीं आए तो बदकिस्मती से मुझे ये अनशन जारी रखना पड़ेगा। जय हिंद. സോനം വാങ്ചുക് പറയുമ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് JP നദ്ദ അതേസമയം കൂട്ടിച്ചേർത്തു. പറയാനുള്ളത് എഴുതി നൽകാൻ ആവശ്യപ്പെട്ടെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു പ്രസാദ് നൽകും. വിഷ്ണു, പറയാനുള്ളത് പറഞ്ഞെന്നാൽ പല ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകാതെ ബാക്കി പാർലമെന്റിൽ എന്ന് പറഞ്ഞാണ് JP നദ്ദ മടങ്ങിയത്. അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ കൂടുതൽ കാര്യങ്ങൾ എന്താണ്? വാങ്ചുക്കുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അറിയിച്ചു അല്ലേ? ഹിമ, പാർലമെന്റിൽ ഉന്നയിച്ച ചർച്ച എന്ന് പറയുന്ന ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നാണ് ഇന്ന് JP നദ്ദ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്. പക്ഷേ ഈ ചർച്ച എന്ന് പറയുന്നത് കേവലം ഇപ്പോൾ നടന്ന നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല. കാരണം കോൺഗ്രസിന്റെ ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ, അത് തമിഴ്നാട്ടിൽ സഖ്യകക്ഷിയായിട്ടായാലും കേരളത്തിൽ പ്രധാനപ്പെട്ട ഭരണത്തിലായാലും, അതോടൊപ്പം തന്നെ ഒഡീഷ, തെലങ്കാന, പശ്ചിമ ബംഗാൾ, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് സഖ്യകക്ഷിയായി ഭരണത്തിലുണ്ടാകുമ്പോൾ നടന്ന ചോദ്യപേപ്പറുകളുടെ ചോർച്ചയെ പറ്റി എല്ലാം തന്നെ ചർച്ച വേണമെന്നാണ് ഇപ്പോൾ JP നദ്ദ പറഞ്ഞത്. അതായത് ഇപ്പോൾ നടന്ന പ്രതിഷേധം അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ നിന്ന് വിഘടിച്ചുകൊണ്ട് എല്ലാ ചോദ്യപേപ്പർ ചോർച്ചയും പറയണം, അല്ലെങ്കിൽ അതേക്കുറിച്ച് ചർച്ച വേണമെന്ന ഒരു ആവശ്യമാണ് JP നദ്ദ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, രാഹുൽ ഗാന്ധി ഉന്നയിച്ച 150ഓളം ചോദ്യപേപ്പറുകൾ ചോർന്നു എന്ന ആരോപണം അത് പൊളിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമെന്ന പ്രതീക്ഷയും JP നദ്ദ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഈ 150 ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറയുന്ന ആരോപണത്തെ കുറിച്ച് കേന്ദ്ര സർക്കാർ അന്വേഷിക്കും. ഉത്തരവാദിത്വമുള്ള സർക്കാരാണ്. എത്ര ചോദ്യപേപ്പറുകൾ ചോർന്നു, അതിൽ കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു, കുറ്റക്കാരൊക്കെ എന്നത് സംബന്ധിച്ചും ഇനി പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിശദീകരിക്കുമെന്ന് കൂടി JP നദ്ദ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും അതോടൊപ്പം അതിനു മുൻപ് പാർലമെന്റിലുണ്ടായ സംഭവ വികാസങ്ങളും തെരുവിൽ CJP നടത്തുന്ന പ്രതിഷേധവും എല്ലാം തന്നെ സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കോൺഗ്രസിനെ കൂടുതൽ തുറന്നു കാട്ടുക എന്ന പേരിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ ഒരു അവസരമാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു വേദിയാക്കി മാറ്റുകയാണ് പാർലമെന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, മുൻകാലങ്ങളിൽ സർക്കാരിന്റെ എന്തെങ്കിലും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ നെഹ്റു കാലഘട്ടം മുതൽ എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എണ്ണി പറയുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ രീതി. അതേ രീതിയിൽ തന്നെ JP നദ്ദയും കോൺഗ്രസിന്റെ ഭരണത്തിൽ എന്തൊക്കെ മുൻകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തുറന്നു കാട്ടാനുള്ള ഒരു വേദിയായി പാർലമെന്റിനെ മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളെ രാഷ്ട്രീയ ആയുധമാക്കരുത്. കോൺഗ്രസ് ഈ പ്രതിഷേധത്തിനിറങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ല, വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടല്ല, പകരം കോൺഗ്രസിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എന്ന് കൂടി JP നദ്ദ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ചോദ്യങ്ങളൊന്നും അധികം അദ്ദേഹം എടുത്തില്ല. 3-4 ചോദ്യങ്ങൾക്ക് മാത്രമാണ് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ 3-4 ചോദ്യങ്ങൾക്ക് മാത്രമാണ് JP നദ്ദ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നത്. ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹം പോയി. അദ്ദേഹം ബാക്കി പാർലമെന്റിൽ ചർച്ച ചെയ്യാം, ഹ്രസ്വ ചർച്ച വേണോ ദീർഘമായ ചർച്ച വേണോ എന്ന് സംസാരിച്ച് തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാമെന്ന നിലപാടിലേക്കാണ് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. അതോടൊപ്പം അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ CJP നടത്തുന്ന സമരത്തെ സംബന്ധിച്ച ചോദ്യത്തിന് JP നദ്ദ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച 4 ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതിൽ പ്രധാനമായും ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതോടൊപ്പം സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ട വിഷയം, അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരം തിരക്കാനാണ് താൻ ആശുപത്രിയിൽ പോയത്, അദ്ദേഹത്തിന് പറയാനുള്ളത് എഴുതി നൽകാൻ അദ്ദേഹത്തോട് പറഞ്ഞു.
അദ്ദേഹം ഒരു തുറന്ന കത്ത് എഴുതി നൽകി. അതിൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് തീർച്ചയായും മറുപടി നൽകുമെന്ന് കൂടി ജെ പി നദ്ദ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം സോനം വാങ്ചുക്ക് ഇന്നൊരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ്. 25 ദിവസം കൊണ്ട് തനിക്ക് 11 കിലോ ഭാരം നഷ്ടപ്പെട്ടു. തനിക്ക് പറയാനുള്ള തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ നടത്തിയ മരണങ്ങൾക്ക്, വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾക്ക് നഷ്ടപരിഹാരം നൽകുക, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സാധ്യമെങ്കിൽ ചോദിച്ചു വാങ്ങുക, ഒപ്പം തന്നെ ഈ സമാധാനപരമായ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാണെങ്കിൽ, ബന്ധപ്പെട്ട മന്ത്രിമാർ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ, അതായത് 25-ാം ദിനം തന്നെ തന്റെ നിരാഹാരം അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണെന്ന് കൂടി സോനം വാങ്ചുക്ക് ഇന്നിപ്പോൾ ഈ വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നുണ്ട്. ഹിമ.